ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ഈവനിങ് സ്നാക്കായിട്ട് സേവ് ചെയ്യുന്ന പരിപ്പ് വടയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. വൈകുന്നേരങ്ങളിലെല്ലാം നല്ല ചൂട് പരിപ്പ് വടയും കട്ടൻ ചായയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിപ്പോൾ കടലപ്പരിപ്പ് ഒരു 4 മണിക്കൂറൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. 2 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക. ഇനിയിപ്പോൾ കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ നമ്മൾ സാധാ തുവരപ്പരിപ്പുണ്ടല്ലോ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ കഴുകി അതിലെ വെള്ളമൊക്കെ ഒന്ന് വാരാനായിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക. അതിനുശേഷം കഴുകിയിട്ട് ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് മാറാനായിട്ട് വെച്ച് കൊടുക്കട്ടോ. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഓവർ അരച്ചെടുക്കൊന്നും ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ അത്യാവശ്യം പരിപ്പും ഉണ്ടല്ലോ പൊടിയാതെ തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ, ഓവർ ഫൈനായിട്ടൊന്നും അരച്ചെടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ്. അപ്പോൾ 2 കപ്പ് പരിപ്പിലേക്ക് ഒരു 2 ഉള്ളി മതിയാവും കേട്ടോ. ഒരു വലിയ പീസ് ഇഞ്ചി ചെറിയതാക്കി കഷ്ണാക്കിയതും കുറച്ച് മല്ലിയില വാടിയതാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വാടിയിട്ടുള്ളൊരു കളർ ചേഞ്ചാണ്. പിന്നെ കുറച്ച് മുളക്, എരിവിന് ആവശ്യത്തിനുള്ള മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാമല്ലോ. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് മുഴുവനായിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കൈവച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. എന്നിട്ട് ഇതുപോലെ ഉരുളയാക്കിയിട്ട് കയ്യിലെടുക്കുക. എന്നിട്ട് മറ്റേ കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് മറ്റേ കൈയിൻ്റെ അടിഭാഗം വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം. വിരലുകൊണ്ടൊന്നും പ്രസ് ചെയ്തിട്ട് അപ്പോൾ കറക്റ്റായിട്ടുള്ള ഷേപ്പ് കിട്ടില്ല. ഇതുപോലെ കൈയിൻ്റെ അടിഭാഗം വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പരിപ്പ് വടയുടെ ഷേപ്പ് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു സെൻറ്റർ ഭാഗം അത്യാവശ്യം കട്ടിയുണ്ടാകും. പിന്നെ ആ സൈഡ് ഭാഗം ഒന്നും അധികം കട്ടിയൊന്നും ഇല്ലാത്തൊരു രൂപത്തിലാണല്ലോ പരിപ്പ് വട ഉണ്ടാക്കുക. ആ ഒരു സെയിം ഷേപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഉണ്ടല്ലോ ഈ ഒരു രൂപത്തിൽ ചെയ്തെടുക്കാം. ഇനി എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തണം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ളതാണ് ആക്കിയെടുക്കുന്നത്. വലിയ സൈസിലുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ വലിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിലും ഇട്ട് കൊടുക്കരുത്, നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ. രണ്ടിൻ്റെയും നടുവിലായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഏത് രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്, പൊടിഞ്ഞു പോകാമെന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കട്ടെ. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം മൈദ ചേർത്ത് കൊടുത്താൽ മതി. അതും മൈദ കൂടി പോകരുത്, 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ മൊത്തമായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് നമുക്ക് ഒന്ന് കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത്, ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് ഒരു മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാനിൽ കൊള്ളുന്ന അത്രയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് ഓവർ കളർ ചേഞ്ച് ആവാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇത് ഫ്രൈ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ച് ടൈമിന് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളർ ഒന്നുകൂടെ ഒന്ന് ഡാർക്കായിട്ട് വരും. അപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റണം. അപ്പോൾ ഫ്ലെയിം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കളർ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആക്കി എടുക്കരുത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ, എങ്കിലേ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് വരുള്ളൂ കേട്ടോ. അപ്പോൾ ആ കളർ ചേഞ്ച് ആയത് ഇപ്പോൾ എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റുകയാണ്.
അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതിനിടയിൽ എൻ്റെ മോനും കൂടെ വന്നിട്ട് ഞാനും ഇടുകയാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ആഗ്രഹമില്ല, അവരൊന്ന് ചെയ്ത് പഠിച്ചോട്ടെ. അപ്പോൾ ആ കുഞ്ഞ് പരിപ്പ് വട ആക്കിയിട്ട് അവനും ഇടുന്നുണ്ട്. അപ്പോൾ ഇതാ മൊത്തമായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിൻ്റെ കളർ ഒന്നുകൂടെ ഒന്ന് ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അത് ഒന്ന് പൊടിച്ചെടുക്കേണ്ടും കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാനും പണി മാത്രമേ ഉള്ളൂ. വേറെ ഉള്ളി വയറ്റാനും പിടിക്കാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ല ചൂടോട് കൂടെ തന്നെ സേവ് ചെയ്യാൻ നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ടൊരു ടേസ്റ്റാണ്. കണ്ടല്ലോ, കറക്റ്റായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഓവർ നമ്മൾ അരച്ചെടുക്കുമ്പോൾ അത് കാണാനൊരു രസം ഉണ്ടാവില്ല. ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോഴാണ് കഴിക്കുന്ന സമയത്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേ നിൽക്കുകയാണേ, എനിക്ക് പറയാനൊന്നും ടൈം കിട്ടില്ല. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരങ്ങളിലെല്ലാം ചൂട് ചായക്കൊപ്പം ഇന്നത്തെ റെസിപ്പി ഇതായിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.